കായംകുളം ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനവും നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കായംകുളം ചേരാവള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹലിലെ 3 മദ്രസകളിലെ വിദ്യാർത്ഥികളും ജമാഅത്ത് അംഗങ്ങളും ജമാഅത്ത് മദ്രസ അധ്യാപകരും ഇമാമുമാരും ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത നബിദിന റാലിയും സമ്മേളനവും ചേരാവള്ളി മണ്ണൂക്കുന്ന് ഒന്നാംകുറ്റി റൂഹിയ മദ്രസകളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന പ്രൗഢഗംഭീരവും നയനമനോഹരവുമായ നബിദിന ഘോഷയാത്ര ഇതാ കടന്നു വരികയാ. പ്രിയമുള്ളവരെ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ എന്ന് മലയാളത്തിന്റെ സാംസ്കാരിക നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവൻ പാടിപ്പുകഴ്ത്തിയ സ്നേഹപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചാര്യ സമന്വിത മഹാമതായിദിഖ്യാത ശിഷ്യശാഖ സമന്വിതമെന്ന് ഭവിഷ്യ പുരാണം പരിചയപ്പെടുത്തിയ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ചേരാവള്ളി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മദ്രസകളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ദഫിന്റെയും സ്കൗട്ടിന്റെയും അകമ്പടിയോടുകൂടിയുള്ള മനോഹരമായ നബിദിന സന്ദേശ റാലി കടന്നു വരികയാണ്. മഹല്ല് ഭാരവാഹികൾ ഉസ്താദുമാർ നേതൃത്വം നൽകിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബഹുജനങ്ങളും അനുധാവനം ചെയ്യുന്ന മദ്രസ വിദ്യാർത്ഥികളുടെ മീലാദ് സന്ദേശ റാലി കടന്നു. ജമാഅത്തിലെ 3 മദ്രസകളിലെ 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണശബളമായ നബിദിന റാലിയാണ് നടന്നത്. ചേരാവള്ളിയിലെ 7 ജംഗ്ഷനിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങളും ശീതളപാനീയങ്ങളും നൽകി സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനിയുടെ ജന്മദിനമായ ഇന്ന് ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള റൂഹിയ മദ്രസ ചേരാവള്ളി, റൂഹിയ മദ്രസ മണ്ണുകുന്ന്, റൂഹിയ മദ്രസ ഒന്നാംകുറ്റി എന്നീ 3 മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ ഘോഷയാത്രയുടെ സമാപനമായിട്ടാണ് ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ചിത്ര ഇസ്ലാമിക് അക്കാദമിയിൽ ഇതിന്റെ സമാപനം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ജമാഅത്തിലെ വിദ്യാർത്ഥികൾ, ചിത്ര ഇസ്ലാമിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിപാദിച്ച കാര്യങ്ങളൊക്കെ ചില കുട്ടികൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു, ചിലർ മലയാളത്തിൽ സംസാരിച്ചു. ഒരു മകള് 5ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി അറബിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. എന്താണ് ആ കുട്ടി പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞ കുട്ടിയെ പറ്റി എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് ജനിക്കുമ്പോൾ തന്നെ അനാഥനായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച പ്രവാചകന്മാരിൽ ഏറ്റവും അത്യുന്നതനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി എന്നാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങള് ഈ വൈകിയ വേളയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ റസൂലിന് ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്, 63 വയസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബി തിരുമേനിക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ അവസരം കൊടുത്തത്. അതിൽ 40 വർഷക്കാലം നീണ്ട ത്യാഗങ്ങളായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ പ്രതിപാദിച്ചത്. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ വാപ്പ മരണപ്പെട്ടു പോയിരുന്നു. ജനിക്കുമ്പോൾ തന്നെ വാപ്പയില്ലാത്ത മകനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് പൂജാതനാകുന്നത്. ജമാഅത്ത് പ്രസിഡന്റ് നുജുമുദ്ദീൻ ആലുമുട്ടിൽ, ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൽ ഫത്താഹ് ഹുദവി, ഇമാം അബ്ദുൽ റഷീദ് മന്നാനി, ഇമാം ഹാഫിസ് ജുനൈദ് മന്നാനി, അയൂബ് കാക്കൻതറ, സുധീർ സമീർ, മുഹമ്മദ് കുഞ്ഞ്, ഹഫീസ് ഹംസ, യൂസഫ് കുഞ്ഞ്, അബൂബക്കർ കുഞ്ഞ്, യൂനുസ് കുട്ടി, അബ്ദുൽ അസീസ്, മുഹമ്മദ് ഷെരീഫ്, അനീഷ് എച്ച്, സുനീഷ്, ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.